കാസർഗോഡ് രാജപുരത്ത് പോലീസുകാരുടെ നീക്കം നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെ 16 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രഹസ്യ കോഡുകൾ ഉപയോഗിച്ചാണ് വിവരം ഗ്രൂപ്പിൽ കൈമാറിയിരുന്നത്. രാജപുരത്ത് പോലീസിന്റെ നീക്കം നിരീക്ഷിക്കുന്നതിനായി ഫാമിലി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രഹസ്യമായി പ്രവർത്തിച്ചിരുന്നതായാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാജപുരം എസ്.ഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കോളിച്ചാലിൽ അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചയാളെ പിടികൂടിയിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രത്യേക കോഡുകളിലൂടെയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. പാട്ട ബാണത്തൂർന്ന് ചെറങ്കട ഭാഗത്തേക്ക് അതിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. പാട്ട ചെറുവനത്തിരുന്ന് കുളിച്ചാലേക്ക് കോളിച്ചാല് വന്നേക്ക്. ജനകീയം അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൂടങ്കല്ല് ഭാഗത്തേക്ക് പോയി കേട്ടാ. വീട് എന്നാൽ പോലീസ് സ്റ്റേഷൻ, പാട്ട പഴയ പോലീസ് വാഹനം, ജനകീയം അടുത്ത പോലീസ് വാഹനം, ചൊറ പിടിച്ച മുതലാളി രാജപുരം പ്രിൻസിപ്പൽ എസ്.ഐ, ബുള്ളറ്റും ലീഡറും സ്റ്റേഷനിലെ ഗൂർഖ വണ്ടിയും ഇൻസ്പെക്ടറും. ഇങ്ങനെയായിരുന്നു രഹസ്യ കോഡുകൾ. ഗ്രൂപ്പിലെ അംഗങ്ങളിൽ പലരും മദ്യം, മയക്കുമരുന്ന്, ഓൺലൈൻ ലോട്ടറി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. ഗ്രൂപ്പിൽ 80 അംഗങ്ങളാണുള്ളത്. ഗ്രൂപ്പ് അഡ്മിന്മാരും അവസാനം ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചവരുമടക്കം 16 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 7 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് വിവരം. കൂടുതൽ അന്വേഷണം നടത്തി ബന്ധമുള്ളവർക്കെതിരെ കേസെടുക്കും. പോലീസ് നീക്കങ്ങൾക്ക് പുറമെ എക്സൈസ്, റവന്യൂ, നികുതി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി മറ്റ് പരിശോധനാ സംഘങ്ങളുടെയെല്ലാം നീക്കം രഹസ്യ കോഡിലൂടെ ഗ്രൂപ്പിലെത്തും. ജില്ലയിൽ ഇത്തരം നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കാസർഗോഡ്.